ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഓസ്ട്രേലിയയിലെ പുതിയൊരു വിദേശികൾക്ക് ഒരു തിരിച്ചടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വിലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ബിസിനസ് ചെയ്യുന്നവർക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ചിലപ്പം തിരിച്ചടിയായിരിക്കും. ചിലപ്പോൾ പ്ലാൻഡ് ആയിട്ടൊക്കെ ആൾക്കാർ വന്നിട്ട് ടെമ്പററി വിസയിൽ വന്നിട്ട് ഇതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പം അതൊരു തിരിച്ചടിയായിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പുതിയതായിട്ട് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസമാണ് ഗവൺമെൻറ് പുതിയൊരു ബില്ല് പാസ്സാക്കിയത്. അതെന്താണെന്ന് വെച്ചാൽ, ടെമ്പററി ആയിട്ടുള്ള വിസയിലുള്ളവർക്ക് ആർക്കും 2 വർഷത്തേക്ക് വീട് വാങ്ങാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് പുതിയ വീട് വാങ്ങാൻ പറ്റും. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റത്തില്ലെന്നേ പറയുന്നുള്ളൂ. പണിഞ്ഞിട്ടിരിക്കുന്ന വീട് വാങ്ങാൻ പറ്റത്തില്ല. പണിയിട്ടിരിക്കുന്ന വീടും, അതായത് അതിനകത്ത് ഓൾറെഡി താമസിച്ചതും ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് ഉദ്ദേശിച്ചത്. മെയിനായിട്ട് ഇത് PR ഉള്ളവർക്ക് ബാധകമല്ല. ടെമ്പററി വിസയിലേക്ക് 482 വന്നവർക്കാണ് മെയിനായിട്ട്. പിന്നെ ബിസിനസ് പർപ്പസിന് നമ്മളിപ്പം സ്ഥലങ്ങളൊക്കെ നാട്ടിൽ വാങ്ങിച്ചിടുന്നവർ പലരും ഓസ്ട്രേലിയയിലും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണമാണ് അവരിപ്പം തൽക്കാലം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഹൗസിംഗ് ഷോർട്ടേജ് തന്നെയാണ്. അപ്പം ഒരു മറുസൈഡ് ചിന്തിക്കുവാണെങ്കിൽ, ഇപ്പോൾ PR ആയിട്ടുള്ളവർക്കും ഇവിടുത്തെ പെർമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും വീടുകൾ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് കുറച്ച് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഇതിനൊരു മറുവശം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാകാം. അത് ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോകാൻ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം എല്ലാവരും ഇപ്പോൾ പറയുന്നതാണ്, മെയിനായിട്ടുള്ള സിറ്റീസിലും ടൗൺസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളുടെ റെൻറ്റിൻ്റെ റേറ്റ് കൂട്ടി. അപ്പം ഇപ്പം എത്ര 600 സംതിങ് എങ്ങാണ്ടാണ് കഴിഞ്ഞ ഡിസംബർ 2024, അതായത് അതിന് ശേഷമുള്ള കണക്കുകൾ പ്രകാരം ഒരു വീക്ക്ലി റെന്റ് എന്ന് പറഞ്ഞ ഒരു 620 ആണ്. അത് റൂറൽ ഏരിയയിൽ അത്രയ്ക്ക് ബാധകമല്ല, എന്നാലും ഓൾമോസ്റ്റ് ഇവിടെയും അത്ര റെന്റൊക്കെ ഉണ്ട്. അപ്പം ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പർട്ടിയുടെ ഷോർട്ടേജും അതുപോലെ തന്നെ പോപ്പുലേഷൻ ഗ്രോത്തും കൊണ്ടാണ്. അപ്പോൾ ഈയിടെയായിട്ട് കുറേ മൈഗ്രേഷനൊക്കെ ഒരു ലാസ്റ്റ് 2 ഇയർ ആയിട്ട് നന്നായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം PR ആയിട്ടൊക്കെ ഉള്ളവർ വന്ന് സെറ്റിൽ ചെയ്തിട്ട് അവർക്കൊന്നും വീട് കിട്ടാനില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ അടുത്ത ഒരു ഗവൺമെൻറ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, 2030 ഒരു 1.2 മില്യൺ ന്യൂ ഹൗസസ് ഉണ്ടാക്കാനുള്ള പ്ലാനൊക്കെ ഒരു പുതിയ പദ്ധതിയിലുണ്ട്. പിന്നെ ഈ 2 ഇയർ ബാൻ എന്നാ തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ഏപ്രിൽ 1, 2025 തുടങ്ങുന്നത്. എൻഡ് ചെയ്യുന്നതാണെങ്കിൽ മാർച്ച് 31, 2027. അപ്പം ഈ ഒരു 2 ഇയർ ബാനെ അവർ ടെമ്പററി ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ, അതും ടെമ്പററി വിസക്കാർക്ക്. പക്ഷെ നമ്മളാരും ഫസ്റ്റ് വന്ന് ടെമ്പററി വിസയിൽ വന്നാലും ആദ്യത്തെ 2 വർഷം കുറേ ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. ലോണൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലും അതിലൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ലോണും നമ്മൾ എന്തിനു പോയാലും ടെമ്പററി വിസയ്ക്ക് വരുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ലോൺ എടുക്കാൻ പോയാൽ തന്നെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റും പിന്നെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. മറ്റ് PR ഉള്ളവരെ പോലെ ആയിരിക്കത്തില്ല, നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം എന്തായാലും 2 വർഷം കഴിഞ്ഞ് വീടെന്തായാലും വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് വലിയ രീതിയിൽ എഫക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല, പുതിയൊരു വാർത്ത അനുസരിച്ച് റിസർവ് ബാങ്ക് ആണെങ്കിൽ 4.1% ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കുറച്ചിട്ടുണ്ട്. അപ്പം ഇനിയും വീട് വാങ്ങിക്കാൻ അതിൻ്റെ ഇത് കൂടും, തിരക്ക് കൂടും. ചിലപ്പോൾ അതൊക്കെ ഒരു നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമായിരിക്കും 2 വർഷത്തെ ഒരു ഇത് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ ഉള്ളവർക്കൊരു സൗകര്യം പോലെ ആരും ചെയ്തു കൊടുത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഇലക്ഷൻ വരാൻ പോവാണ്. ചിലപ്പം അതിൻ്റെയും ഭാഗമായിട്ടായിരിക്കും അവർ ഒരു പുതിയൊരു നയത്തിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്, അപ്പം ഇതായിരുന്നു മെയിനായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അപ്ഡേറ്റ് വന്നപ്പം നിങ്ങളെല്ലാം അറിയിക്കണമെന്ന് തോന്നി. ഇനി വരാനിരിക്കുന്നവർക്ക് ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ടെമ്പററി ഒരു ഇതാണ്, 2 വർഷത്തേന് വീട്. അത് കഴിഞ്ഞിട്ട് 2 വർഷം ആരും പെട്ടെന്ന് വീട് വാങ്ങുമെന്ന് തോന്നുന്നില്ല. ടെമ്പററി വിസയിൽ വന്നിട്ട് ആക്ച്വലി ഇത് ഒരു ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ബിസിനസ് പർപ്പസിന് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അതെ. അപ്പം ധൈര്യമായിട്ട് വരാനുള്ളവർ ഒരു മടിയും കൂടാതെ വരിക. എന്നിട്ട് 2 വർഷമൊക്കെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മണിയൊക്കെ ഏൺ ചെയ്തിട്ട് നല്ലൊരു സ്ഥലത്തോട്ട് പോയി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്തില്ലേ നമുക്ക് വീടോ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ച് വീട് വെക്കാം, അല്ലെങ്കിൽ വീടായിട്ട് വാങ്ങാം. അപ്പം ഇതായിരുന്നൊരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു.